വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മിഷൻസോ സ്പൂഫോ ഒന്നുമല്ല. ഇനി GTA 6 വന്നിട്ട് റിലീസാവാൻ പോവുകയാണല്ലോ. അപ്പം നിങ്ങൾ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം GTA 6 നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ കളിക്കും. അപ്പോൾ അങ്ങനെ കളിക്കുന്ന സമയത്ത് മെയിനായിട്ട് പോകാൻ പറ്റുന്ന ഒരു 2-3 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗൂഗിളിലൊക്കെ പോയി തപ്പി കണ്ടുപിടിച്ച സ്ഥലങ്ങളാണ്. എനിക്ക് തോന്നിയിട്ട് സൂപ്പറായിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോൻ്റെ അകത്ത് പോവാം. ഓക്കെ, ഒന്നാമത് നമ്മുടെ വൈസ് സിറ്റി തന്നെയാണ്. വൈസ് സിറ്റി ഒരു സൂപ്പർ സ്ഥലമാണ്. നമ്മുടെ പഴയ നൊസ്റ്റാളജികളൊക്കെ തരും. അതുമാത്രമല്ല ഓഷ്യൻ വ്യൂ ഉണ്ടാവും. ഇത് ഞാനല്ല പറയുന്നത്, ഇത് റോക്ക് സ്റ്റാർ ഗെയിംസ് പുതിയതായിട്ടൊരു ഇമേജ് പുറത്ത് വിട്ടപ്പോൾ അതിൻ്റെ അകത്തത്തെ ബാക്ക്ഗ്രൗണ്ട് ഓഷ്യൻ വ്യൂ ആണ്. അതുമാത്രമല്ല ഒരു പക്ക റിയലിസ്റ്റിക് ഗ്രാഫിക്സും ഉണ്ടാവും. നമ്പർ 2 വന്നിട്ട് നമ്മുടെ ഗ്രാസ് റിവേഴ്സ് ആണ്. ഗ്രാസ് റിവേഴ്സ് പറയുന്നത് നമ്മുടെ ഈ ട്രെയിലറിൽ കണ്ട പോലെ ഒരു സൂപ്പർ സ്ഥലമാണ്. അവിടെ ഫുള്ള് റിവേഴ്സും ഗ്രാസും ആയിരിക്കും. ഓക്കെ, നമ്പർ 3 നമ്മുടെ പോർട്ട് ജൽഹോൺ ആണ്. അങ്ങോട്ടേക്ക് പോയി വെച്ച് നിറയെ വണ്ടികളൊക്കെ ഓട്ടിക്കുക, നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ നൈറ്റ് സമയത്തൊക്കെ നല്ല ഹൊറർ ഫീലൊക്കെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ അത് ഇനി നമ്പർ 4 വന്നിട്ട് നമ്മുടെ ആംറോസിയ പറഞ്ഞൊരു സ്ഥലമാണ്. ഇതും സൂപ്പർ സ്ഥലം തന്നെയാണ്. നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കണം. ഇനി അടുത്തത് നമ്പർ 5 ആയിട്ട് വരുന്നത് നമ്മുടെ ഈ മൗണ്ട് ചില്ലാഡൊക്കെ പോലെ GTA 5 മൗണ്ട് ചില്ലാഡൊക്കെ പോലെ ഒരു സ്ഥലമുണ്ട്. ഇതിൻ്റെ പേര് കലാം മൗണ്ട് നാഷണൽ പാർക്ക് എന്നാണ്. അവിടെ നമ്മൾക്ക് ഹണ്ട് ചെയ്യുക, അവിടെ നമ്മൾക്ക് അനിമൽസിനൊക്കെ കാണാം. ഓക്കെ ഗൈസ്, എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്ഥലങ്ങളിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ വൈസ് സിറ്റിക്ക് പോകണം. വൈസ് സിറ്റിയിൽ പോകണം. പിന്നെ നമ്മുടെ ഈ മൗണ്ട് പറഞ്ഞില്ലേ, കലാം മൗണ്ട് നാഷണൽ പാർക്കിൽ പോകണം. അതൊക്കെ നല്ല ഒരു പ്രത്യേക ഫീലായിരിക്കും. ഈ ഇമേജ് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലായിരിക്കും. അപ്പോൾ കളിക്കുമ്പോൾ സീനായി ഉണ്ടാവും ഗൈസ്. നമ്മൾ ഈ പറഞ്ഞമാതിരി ആംബോസ്ഫിയർ ജൽഹോൺ ഇങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ GTA 6 നവംബർ 19 വരും. അപ്പോൾ നിങ്ങളത് പ്രീ ഓർഡർ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമല്ലോ ഗെയിം. അപ്പോൾ നിങ്ങൾ എന്തായാലും കളിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ എന്തായാലും പോയിരിക്കണം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മസിനോടി ഊട്ടിക്ക് പോകണ മാതിരിയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഗെയിമിൻ്റെ അകത്ത് ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ നമ്മുടെ ഈ GTA 6 പ്രീ ഓർഡറിൽ സ്റ്റാൻഡേർഡ് എഡിഷന് ഒരു 5000 എത്രയാവും. പിന്നെ നമ്മൾ ഒക്കെ വിചാരിച്ച 5000 മേലെ ആവുന്നതാണ്. പക്ഷേ 5000 എത്ര ആവുള്ളൂ. പിന്നെ നമ്മുടെ ഈ അൺലിമിറ്റഡ് എഡിഷന് 7000 എത്രയാവും. പിന്നെ നിങ്ങളുടെ കയ്യിൽ PS5 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. PS Pro തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ PS-ൻ്റെ ഡിജിറ്റൽ എഡിഷനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും മേടിച്ച് കളിക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.